ഉളിക്കൽ പഞ്ചായത്ത് ഭരണസമിതി മീറ്റിംഗിൽ LDF പ്രതിഷേധം നടത്തിയ സംഭവം LDF ഉയർത്തുന്ന അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രസിഡന്റ് PC ഷാജി പറഞ്ഞു. ആരോപണം തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും LDFനെ വെല്ലുവിളിച്ച് പ്രസിഡന്റ് PC ഷാജി മാധ്യമങ്ങളോട് പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിനകത്ത് ഇന്ന് CPMന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരാഭാസം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ്. പല തവണ ആവർത്തിച്ചുകൊണ്ട് ഒരേ നുണ പറഞ്ഞ് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഗീബൽസ്യൻ സിദ്ധാന്തമാണ് ഉളിക്കലിലെ CPM കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളിതുവരെ ഉന്നയിക്കാത്ത ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് വാസ്തവവിരുദ്ധമായ ആക്ഷേപങ്ങളുമായി പഞ്ചായത്ത് ഭരണസമിതിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കുറച്ച് ദിവസങ്ങളായി ഉളിക്കലിലെ CPM നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളുമില്ലാതെ വളരെ സുതാര്യമായി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയോടുകൂടി എല്ലാ ഫോറങ്ങളിലും ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്ത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിൽ ചില പദ്ധതികളെ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് അഴിമതിക്ക് വേണ്ടിയുള്ള പദ്ധതികളാണെന്നുള്ള കള്ളപ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത്. കേയാപറമ്പിലെ ഒരു പൊതുകുളം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയുന്നതാണ്. ശ്രീ KC ജോസഫ് കേരളത്തിൻ്റെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് കാടയിൽ ഉൾപ്പെടുത്തി 15 ലക്ഷം രൂപ നൽകി നവീകരിച്ച പഞ്ചായത്തിൻ്റെ ആസ്തിയിലുള്ള ആ കുളം അത് 2012 കാലഘട്ടത്തിലാണ് നവീകരിച്ചത്. അതിനുശേഷം അതിൻ്റെ ചില സൈഡുകൾ ഇടുകയും പരിസരമാകെ കാട് പിടിച്ച് വന്യജീവികളുടെ ഒരു താവളമായി മാറ്റിയപ്പോൾ ഗ്രാമസഭയിലടക്കം ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുളം നവീകരിക്കാനും ആ കുളത്തോട് ചേർന്നുള്ള സ്ഥലത്ത് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുളം നവീകരണത്തിന് വേണ്ടി 3 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. അതിൽ 1,31,000 രൂപയുടെ പണിയാണ് അവിടെ പൂർത്തീകരിച്ച് ബില്ല് നൽകിയിട്ടുള്ളത്. ഇടിഞ്ഞ ഭാഗങ്ങൾ കല്ലുകൊണ്ട് കെട്ടി സുരക്ഷിതമാക്കി ഹാൻഡ് റെയിൽ നിർമ്മിച്ച് സുരക്ഷിതമാക്കി ആ കുളത്തെ മാറ്റിയതിന് ആകെ 1,31,000 രൂപ മാത്രമാണ് ചെലവായിട്ടുള്ളത്. ഹാപ്പിനെസ് പാർക്കിന് വേണ്ടി 8.5 ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും അത് ടെൻഡർ നടത്തി ആ പ്രവൃത്തി ആരംഭിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ആരംഭിക്കാത്ത ടെൻഡർ പോലും ചെയ്യാത്ത ഒരു പദ്ധതി അഴിമതി ഉണ്ടെന്ന് ആക്ഷേപിക്കുന്ന ഇത്തരക്കാരുടെ ആ നിലപാടിനെ ഉളിക്കലിന്റെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളിത് പഞ്ചായത്ത് ഭരണസമിതി ഇത് മുൻപ് പറഞ്ഞതാണ്. ഏത് രേഖകളും മാത്രം പരിശോധിക്കാം. അവിടെ 1,31,000 രൂപ മാത്രം ചെലവഴിച്ച് ആ കുളത്തിന്റെ സൈഡ് കെട്ടി സുരക്ഷിതമാക്കി ഹാൻഡ് റെയിൽ വെച്ചൊരു പ്രവൃത്തി അല്ലാതെ മറ്റൊരു പ്രവൃത്തി അവിടെ നടന്നിട്ടില്ല. പ്രവൃത്തിക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റ് വെച്ചപ്പോൾ അതിൽ അഴിമതി ആരോപിക്കുന്ന ഇത്തരക്കാരുടെ ദുഷ്ടരാക്ക് ഉളിക്കലിലെ നല്ലവരായ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ വൈത്തൂരിൽ ഒരു വയോജന വിശ്രമ കേന്ദ്രം നിർമ്മാണത്തിലാണ്. അത് വയോജന ഗ്രാമസഭയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിന്റെ വയോജന പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും ഓരോ വയോജന വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു വരികയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം തുക വകയിരുത്തി വൈത്തൂരിൽ ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ അഴിമതി ആരോപിക്കുകയാണ്. നാളിതുവരെ അതിന് 9,35,000 രൂപ മാത്രമാണ് പഞ്ചായത്ത് പദ്ധതി വിഹിതമായി ചെലവഴിച്ചിട്ടുള്ളത്. അവിടെ പോയി നോക്കാൻ ആർക്കും കാണാം. അവിടെ കെട്ടിട നിർമ്മാണം അതിന്റെ അന്തിമ ഘട്ടത്തിലാണ്. അതിന്റെ ഫൈനൽ ബില്ല് നൽകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് കൈമാറുന്നതിന് മുമ്പ് അഴിമതി ആരോപണം ഉന്നയിച്ചു വരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുപോലെ തന്നെ 2 വർഷം മുമ്പ് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മുഴുവൻ കായിക പ്രേമികളുടെയും ഒരു ചിരകാല സ്വപ്നമായിട്ടുള്ള സ്റ്റേഡിയത്തിന് വേണ്ടിയുള്ള സ്ഥലമെടുത്തു. കഴിഞ്ഞ കുറേ കാലമായി ഒട്ടനവധി ഭരണസമിതികൾ ബജറ്റിൽ തുക വകയിരുത്തി വാർഷിക പദ്ധതികൾ വെച്ചെങ്കിലും സൗകര്യപ്രദമായ സ്ഥലം ലഭിക്കാതെ വന്ന നീണ്ടുപോയ പദ്ധതി ഈ ഭരണസമിതിയുടെ കാലത്ത് ഇച്ഛാശക്തിയോടുകൂടി ഞങ്ങളത് ഏറ്റെടുക്കുകയും ഉളിക്കൽ പഞ്ചായത്തിന്റെ ഭൂമിശാസ്ത്രപരമായി മധ്യഭാഗത്ത് പുറമേയിൽ PW റോഡിൽ നിന്ന് PMGSY റോഡിൽ കേവലം 600 മീറ്റർ മാത്രം മാറി നല്ല നിരന്ന സ്ഥലം, അത് ആർക്കും പോയി പരിശോധിക്കാവുന്നതാണ്. അവിടെ കല്ലുവെട്ടുകുഴിയാണെന്നാണ് പറയുന്നത്. അവിടെ ഏതാണ് കല്ലുവെട്ടുകുഴി നമുക്ക് അറിയത്തില്ല. അത് ആ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും പഞ്ചായത്തിൻ്റെ ഒരു ഉപസമിതി CPMന്റെ മെമ്പർമാരടക്കമുള്ള ഉപസമിതിയുടെ നേതൃത്വത്തിലാണ് അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ മുഴുവനും നടത്തിയിട്ടുള്ളത്. 5 ആളുകളിൽ നിന്നാണ് ആ സ്ഥലം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ വാല്യുവേഷൻ നിയമപ്രകാരം തഹസിൽദാർ നൽകിയിട്ടുള്ള മാർക്കറ്റ് റേറ്റ് അവർ തന്നിട്ടുള്ള വാല്യുവേഷനിൽ താഴെ തുകയ്ക്കാണ് പഞ്ചായത്ത് അത് വാങ്ങിയിട്ടുള്ളത്.
അതിന് വാല്യുവേഷൻ കിട്ടിയിട്ടുണ്ട്, നിയമപരമായിട്ടുള്ള എല്ലാ ക്ലിയറൻസും അതിന് ലഭിച്ചിട്ടുണ്ട്. അതിന് അനുയോജ്യമാണെന്ന് ജില്ലാതല സമിതി, ജോയിന്റ് ഡയറക്ടർ LSTD, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും ജില്ലാ പ്ലാനിംഗ് ഓഫീസറും ജില്ലയിലെ മുതിർന്ന ഈ 3 ഉദ്യോഗസ്ഥന്മാർ സ്ഥലം സന്ദർശിച്ച് ഇത് സ്റ്റേഡിയത്തിന് അനുയോജ്യമാണെന്നുള്ള അനുയോജ്യത സർട്ടിഫിക്കറ്റ് കൂടി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അതിന് പുറമെ ഈ പഞ്ചായത്തിലെ കായിക അധ്യാപകരുടെ ഒരു ഉപസമിതി അന്ന് നിർദ്ദേശം വന്ന 3 സ്ഥലങ്ങളും സന്ദർശിച്ച് അതിലിപ്പോൾ വാങ്ങിയ സ്ഥലമാണ് ഏറ്റവും അനുയോജ്യമെന്നുള്ള റിപ്പോർട്ട് അവരും തന്നിട്ടുണ്ട്. ഇതിന്റെ ഉപസമിതിക്കകത്ത് CPM മെമ്പർമാർ അതിനകത്ത് അംഗങ്ങളാണ്. ഒരു തർക്കവുമില്ലാതെ ഒരാക്ഷേപവുമില്ലാതെ സ്ഥലം വാങ്ങി സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രൊജക്ട് ഈ സാമ്പത്തിക വർഷം 2 പ്രൊജക്ടുകളിലായി 70 ലക്ഷവും 60 ലക്ഷവും അടക്കം 1,30,00,000 രൂപ അവിടെ സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടി വകയിരുത്തി മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഈ തരത്തിലുള്ള കള്ളപ്രസംഗം നടത്തുന്നത്, ആടിനെ പട്ടിയാക്കുന്ന CPM എല്ലാ കാലത്തും അനുവർത്തിക്കുന്ന നുണ നിരന്തരം പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ആ ഒരു രാഷ്ട്രീയ സമീപനത്തിന് വേണ്ടി ഉളിക്കലിലെ ഇന്നത്തെ CPM നേതൃത്വം ഉണ്ടാകുന്നത് വ്യത്യസ്തമായി ഇന്നത്തെ ഉളിക്കലിലെ CPM നേതൃത്വം യാതൊരുവിധ രാഷ്ട്രീയ മര്യാദയും ഇല്ലാതെയാണ് ഈ ആശയം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്റ്റേഡിയത്തിന്റെ സ്ഥലം എടുക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ നിന്ന് സ്ഥലം ഞങ്ങൾ എഴുതിയെടുക്കുമ്പോൾ അന്നത്തെ സെക്രട്ടറി ആ സ്ഥലം എഴുതിയെടുക്കുമ്പോഴുള്ള ചിത്രമാണ്. അതിൽ എന്റെ തൊട്ട് പുറകെ നിൽക്കുന്നത് CPM-ന്റെ വാർഡ് മെമ്പറാണ്. അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു CPM വാർഡ് മെമ്പറാണ്. CPM വാർഡ് മെമ്പർമാരടക്കം രജിസ്ട്രേഷൻ നടത്തിയ ഇതൊരു സത്യമാണ്. ഈ ചിത്രം നിലനിൽക്കുകയാണ്. ഇത് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ കാണിക്കണം. അന്ന് ഒരു ആക്ഷേപമില്ലാത്തവർ, അന്ന് ഇതിന്റെ ഭാഗമായി നിന്നവർ, ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിൽ എന്റെ കൂടെ വന്നവർ, ഈ ഭരണസമിതിക്കൊപ്പം വന്നവർ, അവരിന്ന് നടത്തുന്ന ഈ തരത്തിലുള്ള വളരെ വില കുറഞ്ഞിട്ടുള്ള ഈ ആക്ഷേപങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് ഞങ്ങൾക്ക് ഈ ഭരണസമിതിക്ക് ഒറ്റ ശബ്ദത്തിൽ ഐക്യകണ്ഠ്യേന ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ അടുത്ത നാളിൽ ഈ ഓഫീസിനകത്ത് വിജിലൻസിന്റെ ഒരു പരിശോധന വിഭാഗത്തിന്റെ ഓഫീസിലാണ്. അതുമായി പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു ബന്ധവുമില്ല. അവിടെ വിജിലൻസ് എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ള ഈ വിജിലൻസിനെ നയിക്കുന്നത് CPM ആണ്. CPM ഗവൺമെന്റ് ആണ്. ഈ ഓഫീസ് ഈ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് ആണ്, LSTD വകുപ്പാണ്. ആരുടെയെങ്കിലും പേരിൽ എന്തെങ്കിലും ക്രമവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ വിജിലൻസ് കേസ് ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം. അത്തരത്തിലുള്ള നടപടികളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഒരു കരാർ ജീവനക്കാരനുണ്ട്. ആ കരാർ ജീവനക്കാരന്റെ പേരിൽ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ, അത് വിജിലൻസ് അന്വേഷണത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവരെ പിരിച്ചുവിടാൻ പഞ്ചായത്ത് ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. ഒരു വിധത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളെയോ അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയും ന്യായീകരിക്കാനോ അവരെ സംരക്ഷിക്കാനോ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇല്ല. പഞ്ചായത്ത് ഓഫീസിൽ ഇതുവരെ വിജിലൻസിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ടും കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ. ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവമല്ല. വിജിലൻസ് അന്വേഷണം ഓഫീസുകളിൽ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടന്നാൽ അവർ കുറ്റക്കാരാണെങ്കിൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കും. ഇത് അതിനൊന്നും കാത്തു നിൽക്കാതെ മുൻവിധിയോടുകൂടി ഇത് CPM-ന്റെ നാടകമാണ്. ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസിനകത്ത് വിജിലൻസ് എൻക്വയറി നടന്ന് 24 മണിക്കൂറിനുള്ളിൽ 12 മണിക്കൂറിനുള്ളിൽ ഈ പഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് അവർ മാർച്ച് നടത്തി പറഞ്ഞത് എന്താണ്? ഈ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിക്ക് ഭരണസമിതി അംഗങ്ങൾക്ക് പങ്കുണ്ട്. ഞാൻ അഭിമാനത്തോട് വെല്ലുവിളിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ 13 മെമ്പർമാർ, അതിന് പുറമെ ഇപ്പോൾ മാറി നിൽക്കുന്ന CPM പക്ഷത്തുള്ള 7 മെമ്പർമാർ, ഈ 20 മെമ്പർമാരിൽ ആരുടെയെങ്കിലും ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഈ LSTD ഓഫീസിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് പണം പോവുകയോ എന്തെങ്കിലും ഇടപാട് നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിച്ചാൽ അന്ന് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഒരു മെമ്പറും, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ 20 മെമ്പർമാരെയും ഏൽക്കാൻ കാര്യത്തിൽ വിശ്വാസമാണ്. CPM മെമ്പർമാരായി ഇപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങി മറുഭാഗത്ത് നിൽക്കുന്ന അവരടക്കമുള്ള 20 മെമ്പർമാരും ഈ കാര്യത്തിൽ ഇന്നസെന്റ് ആണ്. അവരെ ഒരാളുടെ പോലും അക്കൗണ്ടിലേക്ക് 1 രൂപ പോലും അനാവശ്യമായി ഈ LSTD ഓഫീസിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആരായിരുന്നാലും അവർ പൊതുജീവിതം അവസാനിപ്പിക്കും. ഞാൻ ഈ ഇരിക്കുന്ന ഭരണസമിതി അംഗങ്ങളെ ഈ 13 പേരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ ആ കാര്യത്തിൽ ഇവിടുത്തെ CPM നേതൃത്വത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ അനാവശ്യമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇലക്ഷൻ മുഖത്ത് നടത്തുന്ന ഇത്തരം ജൽപ്പന്നങ്ങൾ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഞങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത്. ഉളിക്കലിൽ കഴിഞ്ഞ 25 വർഷക്കാലം UDF-ന്റെ ഭരണസമിതിയിലാണ് ഭരിച്ചത്. ആ കാലുകളെല്ലാം ഞങ്ങൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ, ഇപ്പോൾ ഈ ഭരണസമിതിയിൽ 5 വർഷക്കാലം സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞ 5 വർഷമാണ്. ഈ വികസന നേട്ടങ്ങളും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സേവനങ്ങളും
കൃത്യമായി അക്കമിട്ട് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത CPM-ന്റെ കള്ളപ്രചരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അന്വേഷണം നടത്തുന്നത് വിജിലൻസ് ആണ്, CPM നിയന്ത്രിക്കുന്ന വിജിലൻസ് ആണ്. അങ്ങനെ കരാർ ജീവനക്കാരന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്രമവിരുദ്ധമായി ഉണ്ട് എങ്കിൽ അത്തരമൊരു റിപ്പോർട്ട് ലഭിച്ചാൽ ആ നിമിഷം അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി നിയമ നടപടി സ്വീകരിക്കും. ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. ഇങ്ങനെ ഒരു ആക്ഷേപം പറയുമ്പോൾ അതിനൊരു ബേസ് വേണ്ടേ? എന്താണോളാണ് അവരുടെ പേര് വന്നിട്ടുള്ളത് അവർ പറയട്ടെ. നമുക്ക് അവരെ സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കരാർ ജീവനക്കാരന്റെ പേരിൽ വിജിലൻസ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പേപ്പർ ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് ലഭിച്ചാൽ ആ നിമിഷം നടപടി സ്വീകരിക്കും. അതിൽ പഞ്ചായത്ത് ഒന്നും മറച്ചു വെക്കാനില്ല. അത് ഞാൻ ആദ്യമേ ഒഴിവാക്കിയിട്ടുള്ളതാണ്. ആദ്യമേ പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടുകളാണ്. അതിന്റെ ഫീസിബിലിറ്റി ഇത് അനുയോജ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ജോയിന്റ് ഡയറക്ടർ JD കണ്ണൂർ തദ്ദേശഭരണ വകുപ്പ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, ഇവർ 3 പേരടങ്ങിയിട്ടുള്ള ഉപസമിതിയാണ് ഈ സ്ഥലം പരിശോധിച്ച് ഇതിന് അനുയോജ്യമാണെന്നുള്ള അനുയോജ്യതാ സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത്. അതിന് മുകളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഈ പാർട്ടിക്കോ ഈ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന മെമ്പർമാർക്കോ ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം ആ സ്ഥലം. അതൊരു സ്റ്റേഡിയത്തിന് അനുയോജ്യമാണോ ഇല്ലയോ? ഇതാണ് ആ സ്റ്റേഡിയത്തിന് വാങ്ങിയിട്ടുള്ള സ്ഥലം. അവിടെ ഇപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ പണികൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് ആർക്കും അത് പരിശോധിക്കാം. ഇവരിത് പറഞ്ഞാൽ പോരല്ലോ, അല്ലെങ്കിൽ ആ സമയത്ത് ഇവർ പറയണ്ടേ? ആ സ്ഥലത്തോട് അനുബന്ധമായി കെട്ടിടങ്ങൾക്ക് വേണ്ടി അതിനോട് ചേർന്നൊരു സ്ഥലം മേടിച്ചിട്ടുണ്ട്. ആ ഭാഗം ഒരു അല്പം കുഴിയാണ്. ആ സ്ഥലം സ്റ്റേഡിയത്തിനുള്ളതല്ല. അവിടെ കക്കൂസ് ബ്ലോക്ക്, ടോയ്ലറ്റ് ബ്ലോക്കുകൾ വേണം, ഓഫീസ് റൂം വേണം, റെസ്റ്റ് റൂമുകൾ വേണം. അത് വലിയ പദ്ധതിയാണത്. അതിൻ്റെ ഒരു DPR കോഴിക്കോടുള്ള എലഗൻസ് എന്ന് പറയുന്ന ഈ സ്പോർട്സ് മേഖലയിൽ വലിയ DPR തയ്യാറാക്കുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അതിന് വിശദമായിട്ടുള്ള DPR തയ്യാറാക്കിയിട്ടുണ്ട്. അവർ വന്ന് ഇത് പരിശോധിച്ചാൽ DPR ഇതിനെല്ലാം അനുയോജ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഡിയത്തോടനുബന്ധിച്ചുള്ള കെട്ടിട സമുച്ചയങ്ങൾക്ക് വേണ്ടിയാണ് സ്റ്റേഡിയത്തോട് ചേർന്നിട്ടുള്ള അല്പം കുഴിഞ്ഞിട്ടുള്ള സ്ഥലം വാങ്ങിയിട്ടുള്ളത്. അവിടെ കെട്ടിടങ്ങൾക്ക് വേണ്ടിയാണ്, അത് സ്റ്റേഡിയത്തിനുള്ളതല്ല, അതിനോട് ചേർന്നുള്ള സ്ഥലം. വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെ ആടിനെ പട്ടിയാക്കുന്ന ഈ പ്രചരണം അല്പകാലമായി ഇവിടെ തുടങ്ങിയിട്ട് എന്താണെന്നുള്ള വസ്തുത ഇവർ പറയണം. ഈ ആക്ഷേപങ്ങളെ നമുക്ക് ഒരു വിധത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. മീഡിയ ന്യൂസ് ചാനലിലേക്ക് വാർത്തകൾ അറിയിക്കാൻ വിളിക്കുക 9447691771 7593 978255 8072751916. ട്രൂ മീഡിയ എന്നും നിങ്ങളോടൊപ്പം.